ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലാണ്. മെഡിട്രീന എന്ന് പറയുന്നതിനേക്കാളും കാർഡിയോളജി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴായിരിക്കും കൊല്ലംകാർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുക. എന്തുകൊണ്ടാണെന്നല്ലേ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള പ്രതാപ് കുമാർ സാറാണ് ഇവിടുത്തെ മെയിൻ കാർഡിയോളജിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ ഏതൊരു രോഗം വന്നാലും കൊല്ലത്തുകാർ ആദ്യം ചൂസ് ചെയ്യുക മെഡിട്രീന ഹോസ്പിറ്റൽ തന്നെയായിരിക്കും. കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിനൊന്നിന് എഫിഷ്യന്റ് ആണ്. ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗൈനക്കോളജിയാണ്. ഡോക്ടർ വത്സല കുമാരി, ഡോക്ടർ പ്രീത, ഡോക്ടർ അപർണ രാജ്, ഡോക്ടർ ജെസി നെറ്റോ എന്നീ പ്രഗത്ഭരായ സീനിയർ ഡോക്ടർമാർ നേതൃത്വം വഹിക്കുന്ന കൊല്ലത്ത് തന്നെ ആദ്യത്തെ കമ്പാനിയൻഷിപ്പ് ഏർപ്പെടുത്തിയ ആശുപത്രിയാണ് മെഡിട്രീന. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റും പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു അമ്മ താരാട്ട് സീസൺ 2. ഹായ്, ഞാൻ ഐശ്വര്യ. ഞാനിപ്പോൾ നമ്മുടെ കൊല്ലത്തുള്ള മെഡിട്രീന ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. അമ്മ താരാട്ട് സീസൺ 2 ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു വളകാപ്പ് ചടങ്ങ് നടത്തുകയാണ് കേട്ടോ ഈ ഹോസ്പിറ്റൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. മെഡിട്രീന ഹോസ്പിറ്റലിലെ അമ്മമാരെയും ഗർഭിണികളെയും ആദരിക്കാനും അവർക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകാനുമായി സംഘടിപ്പിച്ച പ്രോഗ്രാമാണ് അമ്മ താരാട്ട് സീസൺ 2. സിനി ആക്ട്രസായ ഐശ്വര്യ സുരേഷാണ് ഉദ്ഘാടനം നിർവഹിക്കാനായി എത്തിച്ചേർന്നത്. ഗർഭിണികളെ മഹാറാണിമാരെ പോലെ അണിഞ്ഞൊരുക്കി കിരീടം ചൂടിച്ച് കൈകളിൽ കുപ്പിവളകൾ അണിയിച്ച് മധുരം നൽകി ആദരിക്കുന്ന ഈ ചടങ്ങ് കണ്ണിനേവർക്കും കുളിർമയേകിയ ഒന്ന് തന്നെയായിരുന്നു. ഗർഭിണിയുടെ സൗഖ്യത്തിനും കുഞ്ഞിന്റെ ക്ഷേമത്തിനും വേണ്ടി 7ാം മാസം നടത്തുന്ന അനുഗ്രഹ ചടങ്ങായാണ് വളകാപ്പിനെ സങ്കല്പിക്കുന്നത്. അയത്തിൽ നിന്ന് ആയൂർ പോകുന്ന റോഡിലാണ് മെഡിട്രീന ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ വരുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളും വിദഗ്ധ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനവും രോഗികൾക്ക് മികച്ച പരിചരണവും ഉറപ്പാക്കുന്ന മെഡിട്രീന ഹോസ്പിറ്റൽ കേരളത്തിലെ ആദ്യത്തെ ടേർഷ്യറി കെയർ ആശുപത്രികളിൽ ഒന്നാണ്. ഹായ്, എൻ്റെ പേര് മിസ്മിയ നൗഫൽ. ഇയാളുടെ ഇപ്പോൾ ഫെബ്രുവരി 15 ഇവിടുത്തെ ഡെലിവറി കഴിഞ്ഞത്. ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഡോക്ടേഴ്സും നഴ്സായാലും എല്ലാവരും ഹോംലി അല്ല ഫ്രണ്ട്ലി എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപരി ഒരു ഹോംലി ഫീലിംഗ് ആയിരുന്നു എനിക്കിവിടെ കിട്ടിയത്. ഡോക്ടർ വത്സല കുമാരി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഡോക്ടറാണ്. ഏറ്റവും നമ്മൾ നല്ലൊരു ഇൻട്രാക്ഷൻ ആയാലും എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അതിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി, നമ്മളെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്തായാലും ഡോക്ടർ അത് നന്നായിട്ട് വിശദീകരിച്ച് എല്ലാം തരും. ഇവിടുത്തെ വത്സല മാമിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുന്ന ഡോക്ടർ മാളവിക മാഡത്തിനെ നമുക്ക് പരിചയപ്പെടാം. മാഡത്തിനെ ഞാൻ 5 ഇയേഴ്സ് ബാക്ക് എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കാണ് ആദ്യം കാണുന്നത്. അപ്പോൾ അതിനുശേഷം എന്തായാലും സെക്കൻഡ് ആയപ്പോൾ തന്നെ ഉറപ്പായിട്ട് ഇവിടെ തന്നെ വരാൻ വിചാരിച്ചത്. കാരണം മാഡം കുറച്ച് നല്ല കെയറിങ് ആണ്. പിന്നെ ഇവിടെ സ്റ്റാഫും ഒക്കെ ആയിട്ടും നല്ല കമ്പനിയായി കെയർ ആണ്. അതെ അതെ, ഹോംലി ആണ്. പിന്നെ വലിയ ടെൻഷൻ വരത്തില്ല. കുറച്ചും കൂടെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് പ്രഗ്നൻസി ആയപ്പോഴും ഡെഫിനറ്റ്ലി ഇവിടെ തന്നെ വരാനാണ് ചൂസ് ചെയ്തത്. ഇവിടെ കമ്പാനിയൻഷിപ്പ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മാം അത് ചൂസ് ചെയ്തിരുന്നോ? എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കും അത് ഹെൽപ്ഫുൾ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡും ഇടയ്ക്ക് വന്നായിരുന്നു, എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അതെനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ സെക്കൻഡിനാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അത് എന്തായാലും എടുക്കും. അത് കുറച്ച് നല്ലതായിരുന്നു. അത് എനിക്ക് പേഴ്സണലി ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് കിട്ടി, ഹാപ്പിയാണ് ഞാൻ അതിൽ. ഞാൻ ഡോക്ടർ അലീന, ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. ഞാൻ ഡോക്ടർ ഷൈസി, ഇവിടുത്തെ പീഡിയാട്രിക് കൺസൾട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ന്യൂ ബോൺ ICU, സെക്കൻഡറി ലെവൽ ന്യൂ ബോൺ ICU അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഫോട്ടോതെറാപ്പി, അതുപോലെ തന്നെ ഓക്സിജൻ സപ്പോർട്ട്, പ്രഷർ സപ്പോർട്ട്, അതുപോലെ എല്ലാ ഇമ്മ്യൂണൈസേഷൻസും അതുപോലെ ഗവൺമെൻറ് പറഞ്ഞു വരുന്ന എല്ലാ ന്യൂ ബോൺ സ്ക്രീനിങ്ങും നമ്മൾ ഇവിടുന്ന് ചെയ്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതുപോലെ കുട്ടികളുടെ വിഭാഗത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 24/7 എമർജൻസി സർവീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് സെക്കൻഡറി ലെവൽ ICU, അവിടെ തന്നെ ഓക്സിജൻ സപ്പോർട്ട്, പ്രഷർ സപ്പോർട്ട്, ബബിൾ CPAP എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഈ അമ്മത്താരാട്ട് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ 2 കാർഡുകൾ ലോഞ്ച് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ കാർഡ്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മെഡിട്രീന ഹോസ്പിറ്റലിൽ നമ്മൾ ഈ 2025 വർഷം ജനിച്ച കുഞ്ഞുങ്ങൾക്കായിട്ടാണ് നമ്മളൊരു ആദ്യത്തെ കാർഡ്, അതായത് മാതൃസ്പർശം എന്നാണ് ആ കാർഡിൻ്റെ പേര്. അപ്പോൾ ഈ കാർഡ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മിതമായ നിരക്കിൽ എല്ലാ ചികിത്സയും, അതായത് അവർ വളർന്ന് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാവുന്ന വരെയുള്ള എല്ലാ ചികിത്സയും നമുക്ക് കുറഞ്ഞ ചിലവിൽ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുവഴി നമ്മുടെ പീഡിയാട്രിക് കൺസൾട്ടേഷൻ ആണെങ്കിൽ വെറും 100 രൂപയ്ക്കും, അതുപോലെ തന്നെ നമ്മുടെ ലാബ് ടെസ്റ്റുകളും, അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം കൊണ്ട് കുഞ്ഞുങ്ങൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതിൽ ഏകദേശം 10% റിഡക്ഷനും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷനും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അത് ഈ വർഷം ജനിച്ച കുഞ്ഞുങ്ങളാണ്. പക്ഷേ അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇതിന് മുന്നേ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രിവിലേജ് വേണ്ടേ, അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് വേണം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ പേരാണ് താലോലം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ
ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 വർഷത്തോളം ആ രജിസ്റ്റർ ചെയ്യുന്നത് തൊട്ട് 100 രൂപ പീഡിയാട്രിക് കൺസൾട്ടേഷനും, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ ആയാലും അതുപോലെ തന്നെ അഡ്മിഷൻ വേണ്ടി വന്നാലും ഇമ്മ്യൂണൈസേഷൻ ആയാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പം ഇവിടെ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഇപ്പം നമുക്ക് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അത് അവൈലബിൾ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പം ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പലതരം അസുഖങ്ങൾ, ഇപ്പം ഇത്രയും നാളും വീട്ടിലിരുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് ഇതിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ ഇനി സ്കൂളിലോട്ട് പോയി തുടങ്ങുമ്പോൾ പല പല അസുഖങ്ങളും കുഞ്ഞുങ്ങൾ വരും. അപ്പോൾ ആ ഒരു സമയം കുഞ്ഞുങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ അവരുടെ ചികിത്സ ഉറപ്പാക്കാനായിട്ട് നമ്മളിപ്പോൾ സ്കൂളുകളിലേക്കും ഈ ഒരു ഹെൽത്ത് കാർഡ് പാക്കേജ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അമ്മത്താരാട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആയ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ 3 സീനിയർ കൺസൾട്ടൻസ് ആണ് ഈ നിൽക്കുന്നത്. ഡോക്ടർ ജെസ്സി നെറ്റോ, ഞാൻ ഡോക്ടർ വത്സലകുമാരി. ഞാൻ ഡോക്ടർ അപർണ. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ 10 വർഷമായിട്ട് ഈ കൊല്ലത്ത് ആദ്യമായിട്ട് കമ്പാനിയൻഷിപ്പ് ഏർപ്പെടുത്തിയ ഹോസ്പിറ്റലാണ്. എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സിനോ നിൽക്കാം. അത് ശരിക്കും പേഷ്യൻറ്റിൻ്റെ മെൻ്റൽ ടെൻഷൻ കുറയ്ക്കാൻ ഒരുപാട് സഹായകമാണ്. അവർക്ക് ആ പെയിന് അത് കണക്ക് എപ്പിഡ്യൂറൽ അനാൽജീസിയ, പെയിൻലെസ് ലേബർ ഇവിടെ ഉണ്ട്. വേദന സംഹാരിയായിട്ടുള്ള എപ്പിഡ്യൂറൽ അനാൽജീസിയ ഉണ്ട്. അതും നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് NABH ഹോസ്പിറ്റൽ ആയതുകൊണ്ട്, അതായത് എല്ലാം ഫുള്ളി അക്രഡിറ്റഡ് NABH ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് സമയത്തും എന്തെങ്കിലും പ്രശ്നം വന്നാലും കോംപ്ലിക്കേഷൻ വന്നാലും, കാരണം ഈ ഗർഭിണികൾ തന്നെ ഗർഭം മാത്രമല്ലോ അവരുടെ കൂടെ സഹചര്യമായിട്ട് വേറെ പല അസുഖങ്ങളും കൂടെ കാണും. അതിനൊക്കെയുള്ള സ്പെഷ്യാലിറ്റി ടീം ഇവിടെ ഉണ്ട്. അപ്പം നമുക്കൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് തന്നെ ഒരു ITP കേസ് ഇപ്പോൾ വന്ന് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് പോയതേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. ITP ഞാൻ ആരും എടുക്കത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാനത് ഹിമറ്റോളജിസ്റ്റ് കണ്ടെങ്കിലേ വെക്കും ആ കേസ്, കാരണം അതൊക്കെ എപ്പോഴൊന്നുമില്ലാതെ പല കോംപ്ലിക്കേഷൻസിലുമാണ്. അപ്പം ആ പേഷ്യൻ്റ് ഇവിടെ ഡെലിവറി ആക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയത് ഇവിടെ ഒരു ഹിമറ്റോളജി ടീമുണ്ട്. ഇവിടെ എന്തെങ്കിലും വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ അതിൻ്റെ സെക്ഷൻ ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും കരുതുന്ന വെച്ചാൽ വൺസ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി പലപ്പോഴും കുറേ ഇപ്പോഴും സ്റ്റിൽ ആൾക്കാരെന്ന് വെച്ചാൽ ഒരു വലിയൊരു രോഗം പോലെ. പ്രഗ്നൻ്റ് ആയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇപ്പം സോഷ്യൽ ഫങ്ഷൻസിലായാലും അവരവരുടെ ആക്ടിവിറ്റീസ് തന്നെ അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്യും. പിന്നെ അങ്ങ് ഫുള്ളി എന്താ പറയുക, ഈ ഒരു ചുമയ്ക്കുമ്പോഴോ ഒരു തുമ്മുമ്പോഴോ കുറേ പണ്ടത്തെ കാലത്ത് നിന്ന് കുറേ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയെങ്കിലും സ്റ്റിൽ അവർ ആ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എല്ലാത്തിൽ നിന്നും ഈ പ്രഗ്നൻറ്റ് ലേഡീസ് ഒന്ന് ഉൾവലിയാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതിൻ്റെ കാര്യമില്ല. നമ്മളിപ്പോഴും സ്റ്റിൽ ഡേറ്റിന് 2-3 ദിവസം മുന്നേ വരെ ആക്റ്റീവായിട്ട് ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് വുമൺ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഒരുപാട് സത്യം പറഞ്ഞാൽ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കണം. നമ്മളിതൊരു രോഗമല്ല, ഇറ്റ്സ് എ നോർമൽ കണ്ടീഷൻ, ഒരു നോർമൽ ഫിസിയോളജിക്കൽ പീരീഡാണ് ഒരു വുമണിൻ്റെ. അപ്പോൾ അതിന് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ സൈഡിൽ നിന്ന് ആസ് ഡോക്ടേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്കുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ടായാലും പേഷ്യൻ്റ് ഹാപ്പിയായി വീട്ടിൽ പോകുന്നതാണ് ആസ് ഡോക്ടേഴ്സ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്. അതിനേക്കാൾ ഉപരി നമുക്ക് മറ്റൊരു റിവാർഡും ഇല്ല. മാം, നമ്മൾ കമ്പാനിയൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ മുറിയിൽ അലൗഡ് ആണോ ശരിക്കും ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും? അത് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ ചോയ്സും കൂടെ. അതായത് ഇപ്പം ഓരോരുത്തരുടെ മാനസിക നല്ല ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, ലൈക്ക് ഹൗ ഡെയറിങ് ദേ ആർ. ചില ആൾക്കാർ നമ്മൾക്ക് ഡയറക്റ്റ് വന്ന് ചോദിക്കാറുണ്ട്, ഞാനും കൂടെ പേഷ്യൻറ്റിന്, അതായത് ബേബി ഔട്ടാവുന്ന സമയത്ത് നമുക്ക് നിൽക്കാൻ പറ്റുമോ? അപ്പം അവർക്ക് അതിനുള്ള ഒരു വിൽ പവറും കാര്യങ്ങളും ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രസവം എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ കാണുന്ന കണക്കല്ല. നമുക്ക് കുറച്ച്, അതായത് നമുക്കൊരു ഒരു കട്ടിട്ടിട്ടാണ് കുഞ്ഞ് ഇറങ്ങി നോർമൽ ഡെലിവറിയിൽ ഇറങ്ങി വരുന്നത്. അപ്പം ചിലപ്പോൾ അവരുടെ വൈഫിന് നമുക്കത് ആസ് ഡോക്ടേഴ്സ് നമുക്കൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. അപ്പോൾ ചിലപ്പം നമുക്ക് ബൈസ്റ്റാൻഡേഴ്സ് എന്നുള്ള രീതിയിൽ ഹസ്ബൻഡ്സ് ആയാലും ചിലർ വളരെ ഇതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നവർക്ക് അതൊരു വലിയ പ്രശ്നം കാണത്തില്ല. ചിലർ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ പേഷ്യൻ്റെ വജനയിൽ ഒരു കട്ടിടുമ്പം അവർക്ക് ചിലപ്പോൾ അതൊരു മറ്റൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് വരെ അവരെ അത് ചെയ്യും. അത് കഴിഞ്ഞ് ബേബി എടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ അവരെ കാണിക്കാം. അതല്ല, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൂടെ നിൽക്കാം. അവർ വില്ലിങ് ആണെങ്കിൽ ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കാര്യങ്ങൾ. അപ്പം ഇത് രണ്ടും കൂടെ വെച്ച് പിന്നെ പേഷ്യൻ്റെ പ്രിഫറൻസും വെച്ചിട്ടാണ് നമ്മൾ അത് ഡീൽ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഈ കുഞ്ഞ് ഇറങ്ങി വരുന്നൊരു ഒരുപാട് അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു സ്റ്റേജിൽ പലപ്പോഴും അവർ ഫസ്റ്റ് സ്റ്റേജ് വരാണ് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്. ഇഫ് ദേ വോണ്ട് നമുക്ക് ഇവിടെ വിത്ത് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസും കൂടെ നമുക്ക് പേഷ്യൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിർത്തും. അപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ സിസേറിയൻ ആവുകയാണെങ്കിലും നമ്മൾ സിസേറിയൻ കഴിഞ്ഞ് ബേബിയെ ഹാൻഡ് ഓവർ ചെയ്ത് ബേബി സെറ്റിൽ ആയതിന് അവർ അത്രയും നേരം
വരുമ്പോൾ പീഡിയാട്രീഷ്യൻ ഇവിടെ തന്നെ കാണും, ഞങ്ങളും ഇവിടെ തന്നെ കാണും. ഓക്കെ.